നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വരൻ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 182ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗാനരചയിതാവും സംവിധായകനുമൊക്കെയായ ശ്രീ കോന്നിയൂർ ഭാസിനെ കുറിച്ചിട്ടാണ്. എൻ്റെ പേര് കഥയ്ക്കും സിനിമയ്ക്കും അഭിനയത്തിനൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് പറയാൻ കൊള്ളാത്തൊരു ചീത്ത എൻ്റെ പേരിനെ ഉദ്ദേശിച്ച് പറഞ്ഞ ഒരു വ്യക്തി കൂടെയാണ് ശ്രീ കോന്നിയൂർ ഭാസ്. സ്നേഹധനനായ അദ്ദേഹം ബാലചന്ദ്ര മേനോൻ്റെ നിരവധി ചിത്രങ്ങളിൽ സഹസംവിധായകനായും ഗാനരചയിതാവുമായും ഒക്കെ വന്നിട്ടുണ്ട്. നിരവധി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു എന്നുള്ള പാട്ട് എഴുതിയത് കോന്നിയൂർ ഭാസാണ്. അങ്ങനെ നിരവധി ഗാനങ്ങൾ അദ്ദേഹം ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോഴെല്ലാം ശരവണ എന്ന് മാത്രം വിളിക്കും. ബാക്കി മഹേശ്വര എന്നുള്ളിടത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വേറൊരു വാക്കാണ്. അതെന്തായാലും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എങ്കിലും ആ കാലത്തിൽ നല്ല പ്രായത്തിൽ ഈ ഭൂമിയോട് വിട പറയേണ്ടി വന്ന നല്ലൊരു അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഇത്തരണത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഓർമ്മകൾ. തമ്പാനൂരെ ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള ഒരു ഹോട്ടൽ, ആര്യഭവൻ ഹോട്ടലിൽ ഞാനും നാനയുടെ പ്രശസ്ത ഫോട്ടോഗ്രാഫർ നാനാ കൃഷ്ണൻകുട്ടിയും ശ്രീ കോന്നിയൂർ ഭാസും കൂടെ ഭക്ഷണം കഴിക്കാൻ കയറി. അവിടെ ഇരുന്ന് സിനിമയുടെ ലോകത്തെക്കുറിച്ചും സിനിമാ കഥകളെക്കുറിച്ചും ഒക്കെ സംസാരിച്ച കൂട്ടത്തിൽ കോന്നിയൂർ ഭാസ് പറഞ്ഞു, ശരവൺ മഹേശ്വരൻ എന്നുള്ള ഈ പേര് തന്നെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേറൊരു പേരിട്ടാൽ ചിലപ്പോൾ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഞാൻ ചിരിച്ചു. ഓരോ വ്യക്തികളുടെ തോന്നൽ ഓരോ തരത്തിലാണല്ലോ. ആ തോന്നലുകളെയൊന്നും നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല. പക്ഷെ മനുഷ്യസ്നേഹിയായ, സ്നേഹത്തിനുടമയായ അദ്ദേഹം എപ്പോൾ കണ്ടാലും പറയും, ചാൻസ് വല്ലതും കിട്ടിയോ? നമ്മൾ ഇല്ല കേട്ടാ.